കളിച്ചും തന്ത്രം മെനഞ്ഞും ഫൈനലിൽ ഒടുവിൽ കിരീടമുയർത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 17ാമത് IPL സീസണിന് ഇതോടെ തിരശ്ശീല വീണു. ടീമുകളിൽ രണ്ടും ശക്തർ. വെറുതെ കളിച്ച് ഫൈനൽ കയറിയതല്ല, കൃത്യമായ പ്ലാനിങ്ങോടെ വന്നവർ. അതൊക്കെ ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിലും വിജയിച്ചു. IPL ചരിത്രത്തിലെ ഹയസ്റ്റ് ടോട്ടലിൽ 10ൽ 8 വന്നത് ഈ സീസണിലാണ്. അതിൽ 8ൽ 5 അടിച്ചു കൂട്ടിയത് SRHും KKRും. സീസണിലുടനീളം ഇരു ടീമുകളും ആധിപത്യം പുലർത്തി. KKRന്റെ മികവിന് പിന്നിൽ എന്താണ്? ടീമിലെ താരങ്ങൾ ഫോമിലാണെന്നുള്ളത് പ്രധാന കാര്യം. ബൗളിംഗിലും ബാറ്റിംഗിലും സ്ഥിരതയുണ്ട്. മെന്റർ ഗൗതം ഗംഭീറും കോച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റും ടീമിലുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. ശ്രേയസ് അയ്യറിന്റെ സുന്ദരമായ ക്യാപ്റ്റൻസിയും 2022-23 സീസണിൽ നിന്നും വ്യത്യസ്തമായി ടീമിന്റെ ഘടന തന്നെ മാറ്റി. അതുപോലെ കഴിഞ്ഞ സീസണുകളിൽ 7 വ്യത്യസ്ത ഓപ്പണർമാരെ ഉപയോഗിച്ചെടുത്ത് 2024 സുനിൽ നരൈൻ, ഫിൽസാൽ കൂട്ടുകെട്ടിനെയാണ് ആദ്യ 12 കളികളിൽ ഇറക്കിയത്. കൂടാതെ സുനിൽ നരൈനെ ടോപ്പ് ഓർഡറിൽ കൊണ്ടുവന്നത് ടീമിന്റെ മികച്ചൊരു തീരുമാനമായി. ടീമിലെ മധ്യനിര ബാറ്റേഴ്സ് മികച്ച ഫോമിലായതും ടീമിന് ഗുണകരമായി. പറ്റാവുന്ന സമയത്തെല്ലാം KKR ക്രീസിൽ പരീക്ഷിച്ചത് ഇടത് വലത് ബാറ്റിംഗ് കോമ്പിനേഷൻ. പിന്നെയുള്ളത് ഉജ്ജ്വല ഫീൽഡിംഗ്. ഇനി ബൗളിംഗ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. മിച്ചൽ സ്റ്റാർക്ക്, വൈഭവ് അറോറ, ഹർഷിത് റാണ, ആൻഡ്രെ റസൽ, നരൈൻ, വരുൺ ചക്രവർത്തി എന്നീ ബൗളർമാരാണ് ഭൂരിഭാഗം കളികളും കളിച്ചത്. മിഡിൽ ഓവറിലും ഡെത്ത് ഓവറിലും അടക്കം മികച്ച ബൗളിംഗ്. ഈ സീസണിലുടനീളം ഇൻസ്വിംഗറിലും ഓഫ് കട്ടേഴ്സിലും ഡെത്ത് ഓവറിലും ഹർഷിത് റാണ മികവുറ്റ പ്രകടനമാണ് പുറത്തെടുത്തത്. വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ 21 വിക്കറ്റുമായി 2ാം സ്ഥാനത്താണ് വരുൺ ചക്രവർത്തി. അറ്റാക്കിംഗ് ശൈലിയാണ് കൊൽക്കത്ത കളിയിലുടനീളം പിന്തുടർന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 14 കളിയിൽ 9ലും ജയിച്ച് ഒപ്പം മികച്ച റൺ റേറ്റും. എന്തുകൊണ്ടും ഫൈനലിൽ കയറേണ്ടവർ തന്നെ. പല റെക്കോർഡുകളും കുറിച്ചായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തേരോട്ടം. ഹൈദരാബാദിനെ സംബന്ധിച്ച് ഡേഞ്ചറസ് ടോപ്പ് ഓർഡറാണ്. കൃത്യമായ പ്ലാനിങ്ങോടെ മികവുറ്റ കളി പുറത്തെടുത്താണ് പാറ്റ് കമ്മിൻസും സംഘവും ഫൈനൽ വരെ എത്തിയത്. 2021 അവസാന സ്ഥാനം, 2022 8ാം സ്ഥാനക്കാരായി, 2023 വീണ്ടും അവസാനക്കാരായി സീസൺ അവസാനിപ്പിച്ച ടീമാണ്. കൊൽക്കത്തയെ പോലെ ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച താരങ്ങൾ. ആക്രമിച്ചു കളിക്കുന്നതിൽ മുൻപന്തിയിൽ. IPLലെ ഹയസ്റ്റ് ടീം സ്കോർ 287 നേടി ചരിത്രം തിരുത്തിക്കുറിച്ചവർ. വിസ്ഫോടന തുടക്കമാണ് ഹൈദരാബാദിൻ്റേത്. പക്ഷേ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിഞ്ഞാൽ സ്കോറിംഗും ഇഴച്ചിലാണ്. ഹെൻറിച്ച് ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, രാഹുൽ ത്രിപാഠി എന്നിവർ അവസരത്തിനു തുയർന്നു. സ്പിന്നർമാരെയും ഫലപ്രദമായി ഉപയോഗിച്ചു. പവർ പ്ലേയിൽ അടിച്ചു കസറുന്നതാണ് ഹൈദരാബാദിന്റെ സ്റ്റൈൽ. എല്ലാം കൊണ്ടും മികച്ച കളി പുറത്തെടുത്ത് തന്നെയാണ് അവർ ഫൈനലിലെത്തിയത്. പക്ഷേ ഫൈനലിൽ കൊൽക്കത്തയ്ക്ക് മുന്നിൽ ബാറ്റിംഗ് നിര തകർന്നു. പവർ പ്ലേയിൽ റൺസ് കണ്ടെത്താനും കഴിഞ്ഞില്ല. ഹൈദരാബാദ് വീണു. ഈ സീസണിൽ കൊൽക്കത്തയെ വെല്ലാൻ മറ്റൊരു ടീമുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു.